ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ഇൻസ്പെക്ടറിനോട് ചോദിക്കും, ഒരു അന്വേഷണവും നടത്താതെ നിങ്ങൾ എന്തിനാണ് വിശാലിനെ അറസ്റ്റ് ചെയ്തത്? ഞാനായതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. ലളിത മേഡം ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജോലി തെറിച്ചേനെ. ആദ്യം നിങ്ങളിത് കൃത്യമായി അന്വേഷിക്കേ, എന്നിട്ട് അറസ്റ്റ് നടപടിയിലേക്ക് പോകാം. ഇപ്പോൾ വിശാലിനെ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്താൽ നല്ലത്. ഇല്ലെങ്കിൽ മേഡം ഹോം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ ഇൻസ്പെക്ടർ വിശാലിനെ റിലീസ് ചെയ്യാൻ പറയാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിശാലിനെ റിലീസ് ചെയ്യാണ്. അപ്പോൾ പാർവതി അഡ്വക്കേറ്റിനോട് പറയും, മേഡത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് മേഡം. അപ്പോൾ വിശാൽ പറയും, ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. മേഡം കൃത്യസമയത്ത് എത്തിയത് രക്ഷയായി. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അഡ്വക്കേറ്റ് പറയും, നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത്, ലളിത മേഡത്തിനോടാണ്. മേഡം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കൃത്യസമയത്ത് എത്തിയത്. അപ്പോൾ വിശാല ചോദിക്കും, വല്യമ്മ ഈ സംഭവം എങ്ങനെ അറിഞ്ഞു? അപ്പോൾ പാർവതി പറയും, ഞാനാണ് വല്യമ്മയെ വിളിച്ചു പറഞ്ഞത്. പിന്നെ വിശാലും പാർവതിയും കൂടെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും പ്രഭാവതിയും വീട്ടിൽ അവരുടെ പ്ലാൻ വർക്കൗട്ട് ആയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ പ്രതാപൻ പ്രഭാവതിയോട് പറയും, നമ്മുടെ ഗ്രേറ്റ് ശേഖരമേനോൻ കോമയിലായി. അധികം വൈകാതെ തന്നെ ആ കോമ ഫുൾ സ്റ്റോപ്പ് ആയിക്കോളും. ഇനി എന്തായാലും ആ മരണത്തെ പേടിക്കേണ്ട. എന്തായാലും ചേച്ചിയുടെ പ്ലാൻ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. അപ്പോൾ പ്രഭാവതി പറയും, നമ്മുടെ പ്രധാന ശത്രുവിൻ്റെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് ശത്രുക്കളില്ല. ഇന്നു മുതൽ എനിക്കും നിനക്കും അയാളെ പേടിക്കാതെ സ്വതന്ത്രമായിട്ട് കിടന്നുറങ്ങാം. ഗായത്രി ദേവിയുടെ കൊലപാതകത്തെ തേടിയുള്ള രഹസ്യങ്ങൾ തേടി ഇനി ആരൊക്കെ കുഴിമാന്താൻ ഇറങ്ങി പുറപ്പെട്ടാലും അവർക്കൊന്നും ഒരു തുമ്പും തെളിവും കിട്ടാൻ പോകുന്നില്ല. നീ ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയത് കൊണ്ട് അയാൾ കോമയിലായത് മാത്രമല്ല പ്രയോജനം, വിശാലിനെയും പാർവതിയെയും എന്നേക്കുമായിട്ട് വേർപെടുത്താനും നമുക്ക് സാധിച്ചു. കുറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരുന്നു അത്. ഇപ്പോൾ അത് നടന്നു. ഇനി വിശാലിനെ ജയിലിൽ തന്നെ ഉണ്ടുറങ്ങി കഴിയാം. പാർവതി ആരോരുമില്ലാതെ ഒരു അനാഥയെ പോലെ എൻ്റെ മുമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അത് ഞാൻ കാണും. പിന്നെ കാണിക്കുന്നത് പ്രതാപനും പ്രഭാവതിയും കൂടെ ജാസ്മിൻ്റെയും സുശീലോടും പോയിട്ട് പറയും, ഞാൻ ഏർപ്പെടുത്തിയ വക്കീലെ തിരികെ വിളിച്ചിരുന്നു. അയാൾ SIയെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. വിശാലിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. കോടതി അവനെ റിമാൻഡ് ചെയ്യും. റിമാൻഡ് കാലയളവിൽ നമുക്കിനി ജാമ്യത്തിന് ശ്രമിക്കാം. ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും, അപ്പോൾ വിശാലിനെ ജയിലിൽ പോകേണ്ടി വരില്ല ആൻറ്റി? അപ്പോൾ പ്രതാപം പറയും, തീർച്ചയായും പോകേണ്ടി വരും, വേറെ മാർഗമൊന്നും ഇല്ലല്ലോ. അപ്പോൾ സുശീല പറയും, ചേച്ചി ഇത് ഏത് വക്കീലിനെ ഏൽപ്പിച്ചത്? കുറച്ചുകൂടെ കഴിവുള്ള വക്കീലിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പ്രഭാവതി പറയും, ഏത് വക്കീലിനെ ഏർപ്പെടുത്തിയാലും അവർക്കാർക്കും ഈ കേസിൽ ഒന്നും ചെയ്യാനാവില്ല സുശീലേ. അപ്പോൾ ജാസ്മിൻ പറയും, അങ്ങനെയായിരുന്നുവെങ്കിൽ പൊളിറ്റിക്കലായിട്ടോ മറ്റോ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ പണം കൊടുത്ത് ആ SIയെ സ്വാധീനിക്കാമായിരുന്നു. ആൻറ്റി തടഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ വഴിക്ക് ഞാനിപ്പോൾ വിശാലിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിശാലും പാർവതിയും കൂടെ അവിടേക്ക് വരുന്നത്. വിശാലിനെ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. വിശാലിനെ കാണുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും, ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടത്? ഇവരുടെ ഈ അന്താളിച്ചിൽ നിപ്പ് കാണുമ്പോൾ വിശാല് പോയിട്ട് ചോദിക്കും, എന്താ എല്ലാവരും വിഴിച്ചു നിൽക്കുന്നത്? എല്ലാവരുടെയും ടെൻഷൻ ഇതുവരെ മാറിയില്ല എന്ന് തോന്നുന്നല്ലോ. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ പാർവതി പറയും, ഇനി വിശാൽ സാറിനെ ഒരു പോലീസിനും തൊടാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലളിതാദേവി പ്രഭാവതിയെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ പ്രഭാവതി ഫോൺ അറ്റൻഡ് ചെയ്ത് ഫോൺ സ്പീക്കറിലിടുകയാണ് കേട്ടോ. അപ്പോൾ ലളിതാദേവി ചോദിക്കും, നീയൊക്കെ എന്താ പ്രഭാവതി അവിടെ ചെയ്യുന്നത്? നിന്നെ ഞാൻ എൻ്റെ മരിച്ചുപോയ ഗായത്രിയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്? അപ്പോൾ അവളുടെ മകനൊരു ആപത്ത് വരുമ്പോൾ അവൻ്റെ അമ്മയെ പോലെ മുന്നിട്ട് നിന്ന് അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റായിപ്പോയി. അവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ തന്നെ നീ അവിടെ എത്തണമായിരുന്നു. നീ അത് ചെയ്തില്ലല്ലോ. അതിന് ഇത്രയും ദൂരം ഇരിക്കുന്ന ഞാൻ വേണ്ടി വന്നു. വിശാലിനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതിപ്പോൾ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വിശാലിനെതിരെ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അതൊക്കെ എവിടെ നിന്നാണെന്നുള്ള സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗായത്രിയെ ഇല്ലാതാക്കിയതുപോലെ വിശാലിനെയും ഇല്ലാതാക്കാനാണ് അവർ കച്ചു കിട്ടിയിരിക്കുന്നതെങ്കിൽ അവർ ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ ലളിതാദേവി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സുശീല പ്രഭാവതിയോട് ചോദിക്കും, ലളിതേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പ്രഭാവതി പറയും, ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സുശീലെ. വിശാലിനെ രക്ഷിക്കാൻ ഞാനൊന്നും ചെയ്തില്ല എന്ന മട്ടിലാണ് ചേച്ചി ഇപ്പോൾ സംസാരിച്ചത്. എന്നിട്ട് വിശാലിനോട് ചോദിക്കും, നിന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോയതറിഞ്ഞ് ഞാൻ അവിടെ ഓടിയെത്തിയില്ലേ?
നിനക്ക് പകരം എന്നെ അറസ്റ്റ് ചെയ്ത് എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ ഞാൻ SIയോട് പറഞ്ഞില്ലേ? അത് അയാൾ കേട്ടില്ല എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നോ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വരികയായിരുന്നു. അതൊന്നും ലളിതേച്ചി അറിയുന്നില്ല. അല്ല, ചേച്ചി എങ്ങനെയാണ് അമേരിക്കയിലിരുന്ന് നിന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യിച്ചത്? അപ്പോൾ വിശാൽ പറയും, വല്യമ്മ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്തി. ആ അഡ്വക്കേറ്റ് വന്നിട്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോഴേ ആ SI എന്നെ ജയിലിലേക്ക് അയക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗാർഗി ആരതിയും കൊണ്ട് അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയും, ഏതായാലും ബ്രോ തിരിച്ചെത്തിയല്ലോ. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണാണ്. ബ്രോയ്ക്കും പാർവതിക്കും ധാരാളം ദൃഷ്ടിദോഷമുണ്ട്. അതുകൊണ്ട് ആദ്യം ആരതി ഒഴിഞ്ഞ് അത് മാറ്റണം. എന്നിട്ട് പാർവതിയോട് വിശാലിനെ ആരതി ഒഴിയാൻ പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സുശീല പറയും, വേണ്ട, പാർവതി വിശാലിനെ ആരതി ഒഴിയേണ്ട. ഒരു കണക്കിന് പാർവതിയുടെ പ്രവൃത്തി കാരണമല്ലേ വിശാലിനിപ്പോൾ സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അങ്ങനെയുള്ള പാർവതിയെ കൊണ്ടാണോ ഇത് ചെയ്യിക്കുന്നത്? അപ്പോൾ ഗാർഗി പറയും, ഹലോ ദുശീലാൻറ്റി, കാര്യം അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്? വിശാൽ ബ്രോ ജയിലിൽ പോകാതെ ഇപ്പോൾ ഇവിടെ എത്താൻ തന്നെ കാരണം ഈ പാർവതിയാണ്. ഇത് കേൾക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കും, അവൾ അതിനെ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? അപ്പോൾ ഗാർഗി പറയും, ആദ്യം പാർവതി ആരതി ഒഴിയട്ടെ. അവൾ ആരും തടയണ്ട. ബ്രോയ്ക്ക് ആരതി ഒഴിയേണ്ടത് പാർവതി തന്നെയാണ്. എന്നിട്ട് പാർവതിയോട് ആരതി ഒഴിയാൻ പറയാണ് കേട്ടോ. അങ്ങനെ പാർവതിയെ ആ ആരതി തട്ടി വാങ്ങി വിശാലിനെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ റൂമിൽ പോയിട്ട് പ്രഭാവതി പ്രതാപിനോട് പറയും, ചേച്ചി വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ലളിതേച്ചി അറിയുമെന്നോ ഒരു വക്കീലിനെ ഏർപ്പെടുത്തി വിശാലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിലീസ് ചെയ്യിക്കുമെന്നോ ഞാൻ കരുതിയില്ല. ഇതൊക്കെ പാർവതിയായിരിക്കും ലളിതേച്ചിക്ക് റിപ്പോർട്ട് ചെയ്തത്. അവൾ തന്നെയാണ് ചേച്ചി, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ലളിതേച്ചി കാരണം നമ്മുടെ പദ്ധതികൾ മുഴുവൻ കുളം തോണ്ടി. അപ്പോൾ പ്രഭാവതി പറയും, ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് നമ്മുടെ പ്ലാൻ ചേച്ചി അറിഞ്ഞു എന്നൊരു സംശയം എനിക്കുണ്ട്. നമ്മൾ സൂക്ഷിക്കണം പ്രതാപ. അവർക്ക് സംശയം തോന്നി അവർ നമ്മളറിയാതെ നമുക്ക് പുറകെ ഒരു അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങും. അതോടെ എല്ലാം തകരും. അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ പ്രതാപം പറയും, എന്ത് വേണമെന്ന് ചേച്ചി പറഞ്ഞാൽ മതി. ഒരു അബദ്ധവും പറ്റാതെ ഞാനത് ചെയ്തോളാം. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം നമുക്ക് തിരിച്ചടിയായ സ്ഥിതിക്ക് ഇനിയൊരു പാളിച്ച പറ്റാൻ പാടില്ല. അപ്പോൾ പ്രഭാവതി പറയും, ലളിതേച്ചി വിശാലിനെതിരെയുള്ള കേസ് ആ വക്കീലിനെ വെച്ച് ഫോളോ അപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മളിനി വിശാലിനെ ടാർഗറ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് വിശാലിനെ വെറുതെ വിടാം. ഇനിയുള്ള ഗെയിം നമുക്ക് പാർവതിയിൽ നിന്ന് ആരംഭിക്കാം. പിന്നെ കാണിക്കുന്നത് രാത്രി പാർവതി വിശാലിൻ്റെ അടുത്തേക്ക് വന്ന് വിശാലിൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയും, വിശാൽ സാർ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വിശാൽ ചോദിക്കും, എന്തിനാ നീ ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ നീ ചെയ്തത്? അപ്പോൾ പാർവതി പറയും, ഞാൻ ചെയ്തത് തെറ്റാണ് സാറേ. ഭർത്താവിൽ നിന്ന് ഒരു രഹസ്യവും ഭാര്യ മറച്ചു വെക്കാൻ പാടില്ല. അത് വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാൻ ചെയ്തു. സാർ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വിശാൽ പറയും, അതൊക്കെ വിട്ടുകള പാർവതി, അതൊക്കെ കഴിഞ്ഞതല്ലേ. ഇനി എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്? വിശാൽ പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.